പണിമുടക്കൊക്കെ ആയിട്ട് എല്ലാവരും നല്ല സുഖമായിട്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഞാനും അങ്ങനെ ഇരിക്കാന്നൊക്കെയാണ് ഓർത്തച്ചത്. നമ്മുടെ പക്ഷേ വീട്ടിൽ പരിക്കണിടൽ ഇന്നാണ് ട്ടാ തീരുമാനിച്ചേക്കണത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ട്ടാ. പൈനാപ്പിൾ ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുശേട്ടൻ. ഇപ്പുറത്ത് അമ്മച്ചി തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വേഗം വേഗം ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. പിന്നെ ഇന്ന് കാലത്ത് മുട്ട സ്റ്റൂ കൊടുക്കാമെന്നിട്ട് ഞാൻ ഓർത്തേക്കണം. മുട്ട സ്റ്റൂവും പുട്ടും. അപ്പോൾ ഒരുപാട് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടേ. എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പുട്ടായത് കൊണ്ട് സുഖം. അപ്പം ഞാൻ കുറച്ചധികം പേരുള്ളത് കൊണ്ട് ഞാൻ പുട്ട് തന്നെ തീരുമാനിച്ചിട്ടാ. പുട്ടിന് കറി എന്തെന്നായിരിക്കുമോ എന്നായിരുന്നു ഇന്നലത്തെ മുഴുവൻ എൻ്റെ ടെൻഷൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വെജിറ്റബിൾ കുറുമ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുട്ടയും പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന്. ഒരു എനർജി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് 2 മുട്ട പുഴുങ്ങി ഇടാമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഞാനോ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ട്ടോ. പുട്ട് ചുട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. ഒരുവിധം ആയിക്കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഒരു പണിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പോഴേക്കും ചായയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ റെഡിയാക്കണം. പനിച്ചേട്ടന് ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് നിർത്താമെന്ന് ഓർത്തില്ല. എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശപ്പൊന്ന് സഹിച്ച് നിൽക്കാനുള്ള കഴിവ് അനുസേട്ടന് ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് അനുസേട്ടന് ഞാൻ തൽക്കാലം ഒന്ന് പിടിച്ചൊക്കെ നിർത്തിയിട്ടാ. സൈഡിൽ ഞാൻ കുക്കറിൽ നമ്മളുടെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴുങ്ങാനിട്ടിട്ട് ഒരു 3 വിസിലിട്ട് കഴിഞ്ഞപ്പോഴേക്കും മുട്ട നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ തൊണ്ടുകളൊക്കെ ഒന്ന് സസൂക്ഷ്മം ഇങ്ങനെ പൊളിച്ച് നമുക്ക് നീക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റൂ റെഡിയാക്കി വെച്ചേക്കണതിനകത്തോട്ട് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. സ്റ്റൂ നല്ല സുഖമാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമ്മുടെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ കുറച്ച് അരച്ചതും ചേർക്കും, തേങ്ങാപ്പാലും ചേർത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര സാധനങ്ങളൊക്കെ ചേർക്കുള്ളൂ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി. എന്നിട്ട് നല്ല അടിപൊളി നല്ല തിക്ക് കുറുമ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മളുടെ മുട്ട പുഴുങ്ങിയതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഏകദേശം പരിപാടികൾ അങ്ങനെ സെറ്റായി. ഇനിയിപ്പോൾ 10 മണിക്ക് അവർ ചായ കുടിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചായയും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറ് കൊടുക്കണം എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടായിരിക്കും ഇന്നത്തെ പണികൾ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഹെവി ഫുഡുകളാണ് കേട്ടോ എല്ലാം ചെയ്യണത്. സ്റ്റൂ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ സൈഡിൽ കൂടി ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്ത് ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കാരണം നമ്മൾക്ക് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് സമയത്ത് നമുക്ക് ഇങ്ങനെ ഓരോ പോർഷൻ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ സിഗ്നേച്ചർ ഐറ്റം, അമ്മച്ചിയുടെ പൈനാപ്പിൾ ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുരയിലാണ് ട്ടോ അമ്മച്ചി. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് ചോപ്പറിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയൊക്കെ അതും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ കുഞ്ഞി പൂട്ടൂതയുണ്ട് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ നമ്മൾക്ക് ഒരെണ്ണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നത്. അത്രയും കുഞ്ഞ് കണയാണ് ഞങ്ങളുടെ. അപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയൊക്കെ നിറയുള്ളൂ. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. എന്നാലും കുഴപ്പമില്ല. രാവിലെ ഒരു 7 മണിക്ക് എണീറ്റ് തുടങ്ങിയേക്കണ യുദ്ധമാണ് ഞാനും അമ്മച്ചിയും കൂടി. അപ്പോൾ അമ്മച്ചിയുടെ ചാറിനുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പീര, വെളുത്തുള്ളി, ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തൈര് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് ഫൈനാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മച്ചിക്ക് അത് അങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പോൾ മിക്സിയുടെ പാട്ടിൻ്റെ ആ താളത്തിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒന്ന് തുള്ളണ ശീലമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പോർഷനായിട്ട് ഇനിയിപ്പോൾ തിരിക്കുക. നമ്മളുടെ ചാറിനുള്ളതും നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ളതും രണ്ട് ഭാഗമാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണിക്കാർ ഫുഡ് റെഡിയായോ എന്ന് ചോദിച്ച സമയത്ത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വേഗം കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവരിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചായ കുടിക്കുന്ന ടൈമാണ്. ഇന്ന് കൊടുത്തതിന് നമുക്ക് പണിമുടക്ക് കാരണം ഓഫീസിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളതുകൊണ്ട് പണിയൊക്കെ ആകുമ്പോൾ അമ്മച്ചി ഒറ്റയ്ക്ക് അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കി സൈറ്റിലെ പണിയൊക്കെ എന്തായെന്നുള്ളത്. 2 മേസ്തിരിമാരെ ഞാൻ മുകളിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പണികളൊക്കെ എങ്ങനെയാണ് ഭംഗിയായിട്ടാണ് നടക്കണേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ തേച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ വീട് പണിയേണ്ട സമയത്ത് നമ്മൾക്ക് ഫിനാൻഷ്യലി ഇത്തിരി ഷോർട്ടേജൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പരിക്കലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ സ്റ്റെയർ റൂമൊന്നും ചെയ്തിട്ടില്ല.
അപ്പം അതിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ലീക്കും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പം ചെയ്യാണ്ട് നിവൃത്തിയില്ലാത്ത കാരണം നമ്മൾ ചെയ്യണതട്ടിപ്പം. അപ്പം നമ്മുടെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ചിക്കന് സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് കസേരയും ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ്ട വാരി കഴുകണത്. വെള്ളമില്ല, ഇനിയിപ്പോൾ 2 ദിവസത്തൊക്കെ വെള്ളം ഉണ്ടാവില്ല. തൽക്കാലം ഉള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ബക്കറ്റിലും കാര്യങ്ങളും ഇങ്ങനെ പിടിച്ച് വെച്ചേക്കേണ്ടതാ. മിച്ചത്തിൽ ഇങ്ങനെ പതുക്കെ പിടിച്ച് 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 വേണം 2 ദിവസം നമുക്കിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം വൃത്തിയാക്കി കഴുകി ചിക്കനൊക്കെ എടുക്കണ്ട കേട്ടോ. ചിക്കൻ നമ്മൾക്ക് മുറ്റത്തിട്ടിട്ട് വെക്കാമെന്നാണ് ഞാൻ ആലോചിച്ചേക്കണത്. അപ്പം ഈ ചിക്കൻ വൃത്തിയാക്കി കഴുകിയേക്കണം ചിക്കൻ നമുക്കൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാം കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ പൊടിയും ചിക്കൻ മസാലയും മസാലപ്പൊടിയും ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് പുരട്ടി വെക്കാം. പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കണ നേരമാകുമ്പോഴേക്കും നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ വലിയൊരു തവയൊക്കെ എടുത്തിട്ടാണ് ഞാൻ അതിനകത്തോട്ട് വട്ടക്കയിലോട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഞാനത് നല്ലോണം ഒക്കെ പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ നമ്മൾ വീടിൻ്റെ ചെയ്യുമ്പേ എല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യാൻ നോക്കണം കേട്ടോ. ചെയ്തതിൻ്റെ ഇതേ കൂടി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പണിയായിരിക്കോട്ടെ. നമുക്ക് പൈസയുടെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ ഏരിയ കൂട്ടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഷീറ്റ് ഇങ്ങനെ താത്തിയിട്ടിട്ട് ആണ് നമ്മൾ സ്റ്റെയർ റൂമിൻ്റെ സംഭവമൊക്കെ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല മുട്ടം പണിയുമായിരിക്കാം. ഇങ്ങനെ ഇത് വീട് കൊടുക്കേണ്ടി വന്നു കണ്ട. ഇനിയിപ്പോൾ ഭിത്തി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. നിലത്തിട്ടേക്കണ വൈറ്റ് ടൈല് അതൊക്കെ മോശമായേക്കണം. ഇപ്പം ചവിട്ടി ചാലിച്ച് ഇതൊക്കെ ഇങ്ങനെ ഉരച്ചിൽ വീഴും ടൈലമ്മയൊക്കെ. ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്ന ഒരു നിർത്തിയാണില്ല. നമുക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കിട്ടിയേക്കണ വീടാണ്. അപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിൽ മാത്രം പണിയാൻ പറ്റുള്ളായിരുന്നു. സ്റ്റെയർ റൂമൊന്നും ചെയ്യാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ചായ കൊടുക്കേണ്ട സമയമായിട്ട് അപ്പം എല്ലാവരും ദേ മുകളിൽ നിന്ന് താഴോട്ടൊക്കെ ഇറങ്ങി കാലും കൈയൊക്കെ കഴുകി സെറ്റായിട്ട് ദേ 10 മണിയായപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയുണ്ട് എല്ലാവരും. നമ്മളുടെ വീടൊക്കെ പണിതേക്കണതും ഇവർ തന്നെയായിരുന്നു കേട്ടോ. പോളേട്ടൻ നമ്മുടെ ഗോത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പണിക്കാരൊക്കെ തന്നെയുണ്ട്. ആ പോളേട്ടൻ ടീമും ഭയങ്കര റീലുകാരാണ്. അപ്പം ഞാനാണെങ്കിൽ അതിനും ബെറ്റർ റീലാരി. അപ്പം ഞാൻ റീല് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ഇപ്രാവശ്യം എടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ അമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി അരച്ച് തരാമെന്നും പറഞ്ഞിട്ട് കയറിയിരിക്കണം. അപ്പം അമ്മച്ചി ചിരിക്കാൻ കേട്ടോ. അഞ്ചേട്ടൻ്റെ പണി കണ്ടിട്ടാണ് അമ്മച്ചി ചിരിക്കുന്നത്. അപ്പം അമ്മച്ചിയുടെ സിഗ്നേച്ചർ ആയിട്ടുണ്ട് അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ പച്ചടി, പൈനാപ്പിൾ ചാറ്. നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കണം ആരും ചോദിക്കണ ഒരു റെസിപ്പിയാണ്ട്. ഇത് എങ്ങനെയാണ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് ഇനി എന്തെന്നാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും കുനുകുനാരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ പൈനാപ്പിളും കൂടി ചേർത്തിട്ട് പൈനാപ്പിൾ ഒന്ന് വാടണ വരെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെന്നില്ലേ നമ്മുടെ തേങ്ങയും പീരയൊക്കെ ഒന്നഞ്ഞല്ലേ. ആ തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചേക്കണം. ആ അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതും കൂടി വാഴാൻ വിധത്തിൽ ഇങ്ങനെ ഒന്ന് വഴറ്റി നമ്മൾക്ക് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്യുക. വെള്ളം വേണ്ട കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യുക. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ സിഗ്നേച്ചർ ഐറ്റം. ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ചിക്കൻ്റെ കറിയുടെ കൂടെ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടി. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ പറയണം? ഞങ്ങൾ പൈനാപ്പിൾ ചേർന്നിട്ട് പറയണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ചാറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും അത് മെയിനായിട്ട് ചേർക്കണം. ഇതിൻ്റെ രുചി ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ കടുകറയല്ല കേട്ടോ, വേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആഹാ അടിപൊളി. അങ്ങനെ അത് ഏകദേശം അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. എല്ലാവരുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ ഒരു മുട്ട സ്റ്റൂവും പുട്ടും കഷ്ണവും എടുത്തിട്ട് ഞാൻ എൻ്റെ മുറിലോട്ട് പോന്നിട്ട് മൊത്തം പൊടിയാണ് കേട്ടോ വീട്ടിൽ. എവിടെയൊക്കെയാണ് പൊളിച്ച് മറിച്ചൊക്കെ ഇട്ടേക്കണേന്ന് ഒരു പിടുത്തമില്ല. ആകെ ഇരിക്കാൻ പറ്റണ ഈ റൂമിൻ്റെ ഉള്ളിൽ മാത്രമാണ്. ഇവിടെ ഫാനിട്ട് സമാധാനമായിട്ട് ഞാൻ വാതിലടച്ച് ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് കഴിക്കേണ്ട.
അപ്പം അനുചേട്ടൻ ദേ നമ്മുടെ താങ്ങിപ്പോണത് വേറെ ഒന്നല്ല ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ പുറത്ത് അടപ്പ് കൂട്ടിയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാ. കുറച്ചധികം ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ചിക്കൻ കറി പുറത്തിട്ട് ഉണ്ടാക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. എല്ലായിടത്തോട്ടും തീയും കാര്യങ്ങളൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അടപ്പ് കൂട്ടി പുറത്ത് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതാണ് നമ്മൾ ഒരു 3 കല്ലും കൂടെ എടുത്ത് വെച്ച് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഹൈടെക് ആയിട്ടാണ് അനുചേട്ടൻ ചെയ്യണം. കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വിറകൊക്കെ വെച്ച് ഇനിയിപ്പോൾ കത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് ഞാനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടപ്പൊക്കെ പൂട്ടി പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനത്തെ വല്ല പണികളൊക്കെ ചെയ്യണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് പുകയില്ലാത്ത അടുപ്പൊന്നും വെച്ച് തന്നിട്ടില്ല കേട്ടോ അനുചേട്ടൻ. പുകയെ തടഞ്ഞ് ചാകണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടപ്പൊക്കെ കൂട്ടി ഇങ്ങനെ അടപ്പത്തിട്ട് കറി വെക്കണതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ചട്ടിയൊക്കെ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കൈ കിട്ടുന്ന മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ കറി. പക്ഷേ ഇത് അടപ്പത്തിടുന്നതും നമ്മുടെ ഗ്യാസ് അടപ്പത്തിടണമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അടപ്പത്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ കോഴിക്കറിക്ക്. എനിക്ക് ഈ അടപ്പത്തിട്ടൊക്കെ വെക്കണം കോഴിക്കറിയൊക്കെയാണ് ഇഷ്ടം. അപ്പം അമ്മച്ചി എനിക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയായിട്ട് അമ്മച്ചി കത്തിക്കാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. നിങ്ങൾക്കറിയാലോ ലോ മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കലാണ് അമ്മച്ചിയുടെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളുടെ സവാളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴേക്കും പൊടികളൊക്കെ വാരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കന് മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി സെറ്റാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അനുചേട്ടൻ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ മുട്ട തിളപ്പിച്ചോണ്ടിരിക്കുന്നത് ഒരു ശരിയായിട്ടില്ല. പച്ച ചിക്കൻ കാണുമ്പോൾ അതങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി സെറ്റായി വരുമ്പോഴെല്ലാം അടിപൊളിയാവുള്ളൂ. നമ്മളെ നിരാശപ്പെടുത്താൻ നോക്കിയാലും ഞാൻ വിട്ടുകൊടുക്കൂല. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ വാരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നല്ലോണം തീയും കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് സെറ്റായിക്കോളും കേട്ടോ. അപ്പോഴേക്കും മനുഷ്യേട്ടൻ ആരാണ്ടിൻ്റെയൊക്കെ പറമ്പിലൊക്കെ പോയി 2 വാഴയിലൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് നമ്മൾ വാഴയിലിട്ട് മൂടിയില്ലെന്നുണ്ടെങ്കിൽ കാക്ക ദൂറി നമ്മളുടെ ചിക്കൻ കറി കുളവും. അപ്പം നമ്മൾ ഇത് ചിക്കൻ കറി ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് 2 വാഴയിലൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടോ. അപ്പോൾ വാഴയിലയും കൂടി കിടക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ചിക്കൻ കറിക്ക്. ഇത്തിരി വെള്ളവും ഒഴിച്ച് നല്ല തീയുള്ളതുകൊണ്ട് ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് തട്ടിപ്പൊത്തി വാരി ഞാനിങ്ങനെ നോക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കാക്ക ഒന്ന് കുത്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇവിടെ നോക്കി ഇങ്ങനെ കാവലിരിക്കുകയാണ് തീയുടെ ചുറ്റും. ചിക്കൻ കറിയുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റി നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടാണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചുമന്നിരിക്കണത് പേടിക്കണ്ട. അങ്ങനെ കുനുകുന അരിഞ്ഞ ഇത്തിരി മല്ലിയിലയും കൂടി വാരി അങ്ങോട്ട് ഇട്ട് ഇനിയിപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് എത്തി തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല ഫ്രൈ ആവും കേട്ടോ. വെള്ളം നിറച്ച് തോറ്റ് ഗൈസ്. രാവിലെ തുടങ്ങിയുള്ള വെള്ളം നിറക്കലാണ് കേട്ടോ. വെള്ളം ഭയങ്കര ചൂടല്ലേ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. അപ്പം ഇങ്ങനെ വെള്ളം ചോദിക്കും. കുപ്പിയൊക്കെ പൈകി പോയി ഒരു അവസ്ഥയായി. നമ്മുടെ കറി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വെള്ളം നിറക്കലാണ് ഇപ്പോഴത്തെ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പൈപ്പിൻ്റെ കണക്ഷനൊക്കെ വിടിയിച്ചിട്ടേക്കണ കൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. വെള്ളമില്ലല്ലോ, നമ്മൾ പാത്രത്തിലൊക്കെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കേണ്ട വെള്ളം. അപ്പം ആ വെള്ളം എന്നിട്ട് തിളപ്പിച്ച് വേറെ ഇട്ടേക്കാണ്. അവിടെ നിന്ന് കോരിയിട്ടാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത്. പേരപണി നടക്കുമ്പോഴേക്കാളും കഷ്ടപ്പാടാണ് അതിനകത്ത് മെയിൻ്റെനൻസ് പണി ചെയ്യാൻ നിൽക്കുമ്പോഴേട്ടാ. അപ്പം മെയിൻ്റെനൻസ് പണി നടക്കണോണ്ട് നല്ല സുഖം. വീടൊക്കെ നല്ല വഴിയിൽ കിടക്കണ്ടോ, ഒരു വഴിയായി. ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കി മേനയാക്കിയൊക്കെ കൊണ്ടുപോകാൻ പഴയ കോലത്തിലൊക്കെ ആക്കിയെടുക്കണം. സിൽക്ക് സിമിതയുടെ പോലെ വയറൊക്കെ കാണിച്ച് കിടക്കണം ഗൈസ്, പൊക്കളൊക്കെ കാണിച്ച്. പണിയായുധങ്ങളുമായി ജബ്ബാർക്ക് പുറത്തിട്ട് വരികയാണ്. കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഇത്ര
ഉള്ളൂന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കോഴിക്കറി ലുക്ക് കഴിച്ച് എങ്ങനെയുണ്ട് പറയൂ. ഒരു കറി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതായിട്ടിരിക്കുള്ളൂ. പണിയൊക്കെ കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവണ പോലെ ഇനിയിപ്പോൾ കുറച്ച് കുളിച്ചിട്ട പരിപാടികളാണ് മുമ്പശ് നടക്കാൻ പോണത്. അത് ഞാൻ പിടിക്കണില്ല. അപ്പോൾ ഞാൻ മുകളിലൊന്ന് പോയി ഇതൊക്കെ നോക്കിയിട്ടാ നല്ല ഭംഗിയുണ്ടിട്ട് കിടക്കണ കാണാനായിട്ട്. അങ്ങനെ അവരുടെ കുളിച്ചിട്ട പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വിളമ്പാൻ പോവേണ്ട. ചോറ് ചാറൊക്കെ ഇനിയിപ്പം അടുക്കളയിൽ നിന്ന് ചുമന്ന് നമ്മൾ ഇവിടെ വരെ എത്തിക്കണം. അതൊരു റിസ്ക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ വിരുന്നുകാർ വന്നാൽ മാത്രം നമ്മൾ വീടിനകത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് നമ്മുടെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരൊക്കെ മുമ്പശത്തിരുന്ന് എല്ലാവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മുമ്പശത്താണ് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഓരോ ഐറ്റമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ചിക്കൻ കറിയൊക്കെ കൊണ്ടുവരേണ്ട. എൻ്റെ ചിക്കൻ കറിനെ എന്തോ ആക്ഷേപിച്ചെന്നതിന് ചേട്ടൻ അവസാനം എൻ്റെ ചിക്കൻ കറി കണ്ടോടെ മനുഷ്യനും പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇതേ ഫാനിന് ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി നമ്മൾ കൊടുക്കേണ്ട. ഇനിയിപ്പോൾ എല്ലാവരോടും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും. സമയം 4:30 മണി. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചാല ഞാൻ ചേട്ടനെയൊക്കെ നോക്കി കാത്തിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡടി നടക്കൂല കേട്ടോ. എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചു തുടങ്ങി. നമ്മൾക്ക് വേഗം ഫുഡ് എടുത്ത് കഴിക്കാം. അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വായ വിളിച്ച് നോക്കി നിന്നിട്ട് അവർക്ക് കഴിക്കാൻ പറ്റാണ്ടിരിക്കണ്ട. അപ്പോൾ അവർ സമാധാനമായിട്ട് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ഫുഡ് എടുത്ത് കഴിക്കാം കേട്ടോ. ഇത്ര നേരമായതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്ര ഹെവി പണിയും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ട് എൻ്റെ കയ്യും കാലം വരച്ചിട്ടുള്ള. പിന്നെ കാലത്ത് തന്ന പുട്ടിൻ്റെ ഒരു എനർജിയിലാണ് ഇത്ര നേരം ഞാൻ എൻ്റെ വണ്ടി ഓടിയത്. അപ്പം ഞാൻ വേഗം വാരി വലിച്ച് പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എനിക്ക് അത്രയും വിശക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ പൈസ കൊടുക്കണ ആണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും വർക്ക് സൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് കാശ് കഴിഞ്ഞാൽ എല്ലാവർക്കും എണ്ണി കൊടുത്തതിന് ശേഷം എല്ലാവരും പോയി. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരും. ഇനിയിപ്പോൾ അവർ അടുത്ത പണിക്ക്